الحمد لله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് ഹമീദുള്ള റഹിമഹുള്ളയുടെ ബയോഗ്രഫി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉലമാക്കളുടെ ബയോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമുക്കും അവരെ പോലെ ആകാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് വരും. കാരണം എന്താണ്, പല ഉലമാക്കളും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ചെറിയ വയസ്സ് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ഹെഫ്ളിൽ നിന്നും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുതിർന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് ഒരു ആലിമായി തീരാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. അവിടെ പറ്റുമെന്നുള്ളതാണ്. കാരണം ഒരുപാട് ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ഉദാഹരണമാണ് യമനിലെ മുജദ്ദിദായിട്ടുള്ള ഷെയ്ഖ് മുഖ്ബിൽ റഹ്മഹുള്ള. അദ്ദേഹം തലബുൽ ഇൽം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ. അദ്ദേഹം സൗദി അറേബ്യയിൽ എന്തായിരുന്നു, ജോലിക്ക് വേണ്ടി വന്ന സമയത്ത് പിന്നെ യാദൃശികമായിട്ട് എന്ത് ചെയ്യാണ്, ഇൽമിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ധാരാളം ഉലമാക്കളുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു വലിയ അറിയപ്പെട്ട ഒരു ഫഖീഹാണ് ഇബ്നുൽ ഖഫാൽ റഹിമഹുള്ള. അദ്ദേഹം 60 വയസ്സായ സമയത്താണ് അദ്ദേഹം പഠിക്കണം എന്നുള്ള ഒരു വന്നിട്ടുള്ളത്, ചിന്ത വന്നത്. പിന്നീട് അദ്ദേഹം ഇൽമു പഠിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് അദ്ദേഹം ഷാഫിഈ ഫിഖ്ഹാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഫഖീഹായി, ഇന്നും അറിയപ്പെടുന്ന വലിയ ഫഖീഹായി. പിന്നീട് 60 വർഷം വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, ജീവിച്ചു. അദ്ദേഹം മരിക്കുന്നത് പിന്നെ എപ്പോഴാണ്, 120-ാമത്തെ വയസ്സിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു ഫളലാണ്. അങ്ങനെ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു ആയുസ് കംപ്ലീറ്റ് ആയിട്ട് പിന്നീട് അദ്ദേഹത്തിന് ഇൽമിനു വേണ്ടി കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് അൽ അല്ലാമ അൽ ഫഖീഹ് അൽ മുഹദ്ദിസ് അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് അൽ ഖർആവി റഹിമഹുള്ള. ഈ ഷെയ്ഖ് അൽ ഖർആവി റഹിമഹുള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രായപൂർത്തി എത്തി 10-25 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, തലബുൽ ഇൽമിലേക്ക് കടക്കുന്നത്. പിന്നീട് അദ്ദേഹം പോയിട്ട് ഇന്ന് സൗദി അറേബ്യയിലെ ജനൂബ്, അതിൻ്റെ സൗത്ത് ഭാഗമായിട്ടുള്ള നാടുകളിൽ പോയിട്ട് അവിടെ അദ്ദേഹം ദഅവത്ത് സ്റ്റാർട്ട് ചെയ്യുകയും അവിടുത്തെ തീർന്നു, മുജദ്ദിദായി തീർന്നു എന്നുള്ളതാണ്. അതിലൂടെയാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ഉദാഹരണമായിട്ട് ഷെയ്ഖ് റബി അൽ മദ്ഖലി, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ആദിൽ മദ്ഖലി, അങ്ങനെയുള്ള കുറേ പണ്ഡിതന്മാർ, ഷെയ്ഖ് അഹമ്മദ് അൻ നജ്മി, അതുപോലെ അതിൻ്റെയൊക്കെ മുമ്പ് വലിയ പണ്ഡിതനായിട്ടുള്ള ഹാഫിദ് അൽ ഹക്കമി, ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായി തീർന്നത്. നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് പിന്നെ ഈ ഹക്കമിമാർ, അതുപോലെ തന്നെ മദ്ഖലികൾ, അതുപോലെ പിന്നെ ജഹ്റാനിമാർ, കർണികൾ, ഇങ്ങനത്തെ ഒരുപാട് പണ്ഡിതന്മാരെ നമ്മൾ കേൾക്കലുണ്ടല്ലേ, സെഹ്ലി. ഇവരെല്ലാവരും ഈ തരത്തിലെ ഇൽമിയായ മാർഗത്തിലായിത്തീരാൻ സബബായിട്ടുള്ളത് ഈ ഒരു ഷെയ്ഖാണ്, ഷെയ്ഖ് അബ്ദുൽ അൽ ഖർആവി റഹിമഹുള്ള. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹിജ്റ 1315 അദ്ദേഹം ജനിക്കുന്നത്. ജനിച്ചിട്ടുള്ളത് എവിടെയാണ്, സൗദി അറേബ്യയിലെ ഖസീം എന്നുള്ള പ്രോവിൻസിലാണ് ജനിച്ചിട്ടുള്ളത്. അവിടെ തന്നെ ഉനൈസ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഉനൈസയിലാണ് ആര് ജനിച്ചിട്ടുള്ളത്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഷെയ്ഖായിട്ടുള്ള സഅദി
ഷെയ്ഖ് സഅദി റഹ്മഹുള്ള. ഇവിടെയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്, ഉനൈസയിൽ. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 1315 ദുൽഹിജ്ജ് മാസത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നതിന് 3 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ വല്യപ്പായിട്ടുള്ള ഷെയ്ഖ് ഹമദ് എന്ത് ചെയ്ത് മരിച്ചു പോകുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. പിറ്റേത്തെ മാസം ഷവ്വാൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള മുഹമ്മദ് എന്ത് ചെയ്യുന്നത് മരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആരും മരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവും അതുപോലെ തന്നെ വല്യപ്പയും മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഒരു യതീമായിട്ടാണ് അദ്ദേഹം വളരുന്നത്. അങ്ങനെ ഇദ്ദേഹം, ഉമ്മയാണ് ഇദ്ദേഹത്തെ വളർത്തുന്നത്. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ സാലിഹത്തായിട്ടുള്ള ഒരു സ്ത്രീയാണ്. വളരെ ഉനൈസയിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിന് ജനിച്ചിട്ടുള്ള സ്ത്രീയാണ് അവർ. ഉനൈസ അതുപോലെ തന്നെ ഈ ബുറൈദ, ഖസീം മൊത്തത്തിൽ തന്നെ എന്താണ്, ഒരാളെ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഖസീമിലുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹം വലിയ സാലിഹായ മനുഷ്യരായിരിക്കും. ഒന്നുകിൽ 4 കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ നല്ല നീളമുള്ള താടിയും, അതുപോലെ തന്നെ എന്താണ് മുത്താവ്യമാരാണ് എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ ഖസീമിൽ നിന്നാണെങ്കിൽ അവരിങ്ങനെയാണ് പൊതുവെ തന്നെ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ഉലമാക്കൾ ഉണ്ടായിട്ടുള്ളത്. നമ്മളിന്ന് അറിയപ്പെടുന്ന ഈ റിയാദിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതന്മാരെല്ലാം ഖസീമിൽ നിന്നുള്ളവരാണ്. എല്ലാവരും ഖസീമിൽ നിന്നുള്ള. ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ മുഫ്തി ആയിട്ടുള്ള ഷെയ്ഖ് ഫൗസാന്, ഇങ്ങനെ എല്ലാ ഉലമാക്കളും, പ്രധാനപ്പെട്ട ഉലമാക്കളൊക്കെ ഖസീമിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉമ്മയാണ് ഇദ്ദേഹത്തെ വളർത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഉമ്മ എന്നുള്ളത് അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് ജുമാ ഖുതുബ ഒക്കെ കേൾക്കാൻ പോകാറുണ്ടായിരുന്നു, പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓരോ മാസത്തിലും 2 തവണ ഖുർആൻ എന്ത് ചെയ്യും, ഖതം തീർക്കാറുണ്ടായിരുന്നു. അതുപോലെ പിന്നെ മറ്റു കുട്ടികൾക്കൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ത്രീയായിരുന്നു. അങ്ങനെ വളരെ സാലിഹത്തായിട്ടുള്ള സുന്നത്ത് നോമ്പുകളൊക്കെ ധാരാളമായിട്ട് എടുക്കുന്ന സ്ത്രീയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് മരണപ്പെട്ട സമയത്ത് ഒരുപാട് കടങ്ങളായിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഉമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. വീട്ടിൽ ഒരുപാട് പിന്നെ അസാത്തുകൾ, ഒരുപാട് എന്താണ് ഫർണിച്ചറുകളൊക്കെ വിറ്റിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും വിടാൻ കഴിഞ്ഞില്ല. അതിൽ വലിയ എമൗണ്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഷെയ്ഖ് അബ്ദുള്ള അൽ ഖർആവി റഹ്മഹുള്ള, അദ്ദേഹം ചെറുപ്പത്തിൽ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹം നേരെ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. കാരണം എന്താണ്, ഒരുപാട് എന്തുണ്ട്, കടം വീട്ടാനുണ്ട്. അങ്ങനെ അന്ന് അവർ കോമൺ ആയിട്ടുണ്ടായിരുന്ന അവിടുത്തെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ഈ ഒട്ടകം വാങ്ങിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ ഖസീമിൽ നിന്നൊക്കെ ഒട്ടകം വാങ്ങിച്ചിട്ട് ദൂരമുള്ള സ്ഥലങ്ങളിൽ പോകും. ഉദാഹരണമായിട്ട് സിറിയയിൽ പോയിട്ട് വിൽക്കും, ഇറാഖില്, ഈജിപ്തില്, അതുപോലെ കുവൈത്തില്, അതുപോലെ ഇറാഖിന്റെ ഭാഗമായിട്ടുള്ള ജുബൈർ, ഹെംസൊക്കെ സിറിയന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ലുബ്നാൻ പോലുള്ള സ്ഥലങ്ങളിൽ, വളരെ ദൂരമുള്ള രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, അത് പോയിട്ട് വിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് ഖസീമിൽ നിന്ന് അവിടെ വരെ യാത്ര ചെയ്യാൻ മാസങ്ങളെടുക്കും. ഒരുപാട് മാസങ്ങൾ എടുത്തിട്ടാണ് അവിടെ എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടകത്തെ വാങ്ങിക്കും, ഒന്നുകിൽ ഖസീമിൽ നിന്ന് വാങ്ങിക്കും. അതുപോലെ തന്നെ അതിനടുത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, സൗദി അറേബ്യയിലെ തന്നെ ഭാഗമായിട്ടുള്ള അഹ്സായിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ട് വിൽക്കുകയാണ്, വാങ്ങിയിട്ട് ഇവിടെ ഇന്ന് ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ പോയിട്ട് വിൽക്കുകയാണ് ചെയ്യാം. അങ്ങനെ പിന്നീട് അദ്ദേഹം 25 വയസ്സായ സമയത്ത് 1340 അദ്ദേഹം എന്ത് ചെയ്തു, വിവാഹം കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മുനീറ എന്നാണ്. ഉമ്മ മുഹമ്മദ് മുനീറ ബിൻത് അബ്ദുള്ള അൽ ഉലയ്യാൻ എന്നാണ് പേര്. അങ്ങനെ എന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുള്ള ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാവില്ല. അങ്ങനെ പിന്നീട് നേരെ ഹജ്ജിന് പോവുകയാണ് ചെയ്യുന്നത്. 1342 നേരെ ഹജ്ജിന് ആദ്യമായിട്ട് അദ്ദേഹം ഹജ്ജ് ചെയ്യുന്നു. അന്ന് ഖസീമിൽ നിന്നും നജിദിൽ നിന്നും മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത്, ആകെ 4 ആൾക്കാർ ഹജ്ജിന് പോയിട്ടുള്ളൂ. എന്നുവെച്ചാൽ വലിയ ഇന്നത്തെ സൗദി അറേബ്യന്റെ വലിയൊരു ഭാഗത്ത് നിന്ന് മെയിൻ പ്രോവിൻസ് ആണെന്ത്, ഇപ്പോഴത്തെ റിയാദ്. അത് ഉൾപ്പെടുന്ന വലിയ സ്ഥലമാണ് നജിദ് എന്ന് പറയുന്നത്. അതുപോലെ
ഖസീമിൽ നിന്ന് ആകെ ഹജ്ജിന് പോയിട്ടുള്ളത് 4 ആൾക്കാരാണ്. കാരണം അന്നത്തെ സാമ്പത്തികമായിട്ടുള്ള കുറവ് കാരണമായാലും യാത്രാ സൗകര്യത്തിൻ്റെ കുറവൊക്കെ അതിന് കാരണമാണ്. അങ്ങനെ വീണ്ടും അദ്ദേഹം ഉനൈസയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒട്ടകങ്ങളെ വാങ്ങിയിട്ട് ജുബൈലിൽ പോയിട്ട് വിൽക്കുന്നുണ്ട് ഒട്ടകത്തെയും. അതുപോലെ തന്നെ സെമ്ന് എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഒക്കെ വാങ്ങിയിട്ട് പോയിട്ട് ജുബൈലിൽ പോയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. വലൈക്കും സലാം. അങ്ങനെ പിന്നീട് അവിടുന്ന് നേരെ ബഹ്റൈനിൽ പോയി. അവിടെ അദ്ദേഹത്തിന് കണ്ണിന് ഇതുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവിടെ നിന്ന് അറിയപ്പെടുന്ന ഒരു തബീബിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ചികിത്സാക്കുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹത്തിന് എന്ത് വരുന്നത്, പഠിക്കാനുള്ള വീണ്ടും ഒരു മോഹം വരുന്നത്. പിന്നീട് എത്ര വയസ്സായി? ഏകദേശം 28 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ഇൽമ് പഠിക്കാനുള്ള വീണ്ടും മോഹം വരുന്നത്. അങ്ങനെ അദ്ദേഹം നേരെ എന്താ ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഹിജ്റ 1345. അപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാകും? 30 വയസ്സുണ്ടാകും. 30 വയസ്സായപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എൽമിനു വേണ്ടി യാത്ര ചെയ്യുന്നത്. അങ്ങനെ നേരെ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായിട്ടുള്ള അൽ മദ്രസത്തു റഹ്മാനിയ, ഒരുപാട് ഉലമാക്കൾ പഠിച്ചിറങ്ങിയിട്ടുള്ള എന്താണ് മദ്രസയാണ്. ആ ഒരു മദ്രസയിലേക്കാണ് അദ്ദേഹം നേരെ വരുന്നത്, പഠിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് പിന്നെ ഉലമാക്കളുടെ അടുത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇൽമു പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താണ്, ഇൽമുൽ ഹദീസാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഇന്ത്യയിൽ അല്ലേ. അതുപോലെ തന്നെ എല്ലാ ഉലൂമുകളുണ്ട്. പണ്ടത്തെ കാലത്ത് എന്താണ്, ജോഗ്രഫി പഠിപ്പിക്കും മദ്രസകൾ, ഇൽമി മദ്രസകളിൽ ജോഗ്രഫിയും അതുപോലെ തന്നെ കണക്ക് പഠിപ്പിക്കും, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും പഠിപ്പിക്കും എന്നുള്ളതാണ്. മദ്രസത്തു റഹ്മാനിയയിൽ അന്നത്തെ ഷെയ്ഖുൽ ഹദീസ് ആയിട്ടുണ്ടായിരുന്നത് ഷെയ്ഖ് അഹമ്മദുള്ള അൽ ഖുറഷിയാണ്. വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അങ്ങനെ അവിടെ പഠനം എന്ന് പറയുന്നത്, ഷെയ്ഖ് പറയുന്നത് ഫജ്റിന് മുമ്പ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഖിയാമുൽ ലൈൽ എഴുന്നേൽക്കും. എന്നിട്ട് ദുആ ഒക്കെ കഴിഞ്ഞ് ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് എല്ലാ ഉലൂമുകളും പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു എന്ത് ചെയ്യുന്ന ലെറ്റർ വരുന്നത്, കത്ത് വരുന്നത്. അത് ഇദ്ദേഹത്തിന് ഉമ്മ എഴുതിയിട്ടുള്ള കത്താണ്. പെട്ടെന്ന് എന്ത് ചെയ്യണം, നാട്ടിലേക്ക് വരണം എന്ന് പറയുന്നത്. കാരണം ഉമ്മ എന്തായിട്ടുണ്ട്, രോഗിയായിരിക്കുന്ന അവസ്ഥയിലാണ്. അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള അനൈസയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന് വീട്ടിലെത്തുന്നതിന്റെ 8 ദിവസം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉമ്മ മരണപ്പെട്ടു പോയിരുന്നു, വഫാത്തായി പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും വളരെ എന്ത് പിന്നെ ദുഃഖമുണ്ടാവുകയും അദ്ദേഹം അവിടെ തന്നെ വളരെ ഒരാഴ്ച മാത്രം, അല്ലെങ്കിൽ 8 ദിവസം മാത്രമാണ് പിന്നെ സ്വന്തം നാട്ടിൽ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. പിന്നെ വീണ്ടും ബുറൈദയിലേക്ക് വരുന്നത്. ബുറൈദയിൽ അന്ന് ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, ഷെയ്ഖ് അബ്ദുള്ള ബിൻ സുലൈം. ധാരാളം ഉലമാക്കൾ ഉണ്ടായിട്ടുള്ള ഒരു കുടുംബമാണ് ബനു സുലൈം എന്ന് പറയുന്ന കുടുംബം. അദ്ദേഹത്തിൽ നിന്ന് ചില ഉലൂമുകൾ പഠിച്ചു. പിന്നീട് മക്കയിൽ വന്നു. അവിടെ മദ്രസത്തുൽ ഹലവാൻ എന്നുള്ള മദ്രസയിൽ ചേർന്നു. മദ്രസത്തുൽ ഹലവാൻ എന്ന് പറയുന്നത് ചെറിയ മദ്രസയാണ്. ആകെ 2 വിഷയങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. ഒന്ന് ഖത്ത്, എഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് എഴുതാൻ പഠിപ്പിക്കും. അതുപോലെ തന്നെ ഹിസാബ്, മാത്സ്, കണക്കാണ് പഠിപ്പിക്കുന്നത്. ഇത് 2 മാത്രമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ പഠിക്കാൻ ചേരുന്നുണ്ട്. പിന്നീട് റിയാദിലേക്ക് തിരിച്ചു വരും. റിയാദിൽ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്? ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ളാഹിന്റെ ഷെയ്ഖായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിനു ഇബ്രാഹിം ആലി ഷെയ്ഖ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട്, പ്രത്യേകിച്ച് എന്താണ് അഖീദ, അതുപോലെ ഫിഖ്, എല്ലാത്തിലും മുതഫന്നിനായിട്ടുള്ള വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അങ്ങനെ വീണ്ടും അദ്ദേഹം മക്കയിൽ വരുന്നുണ്ട്. അപ്പോൾ മക്കയിൽ എത്തിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ഖാദി സ്ഥാനം ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ ഒരുപാട് മദ്രസകൾ പഠിപ്പിക്കാൻ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് ഇൽമിന് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ പല നാടുകളിലേക്കും കുറച്ച് ചെറിയ വളരെ ഷോർട്ടായിട്ടുള്ള എന്താണ് സിയാറുകൾക്കാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹം ഫലസ്തീനിലെ നാബുൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് അവിടെ ഒരു ഷെയ്ഖ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഇങ്ങനെ ഒരു ഹലക്കൻ്റെ നടുവിലിരുന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ട സമയത്ത് ഇദ്ദേഹം എന്താണ്, ജസീറത്തുൽ അറബി എന്ന് വരുന്ന, സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് കണ്ട സമയത്ത് എന്താണ്, അൻതും അഹ്ലു ഷായിർ, നിങ്ങൾ പിന്നെ ബാർലി കഴിക്കുന്ന ആളുകളല്ലേ എന്ന് ചോദിച്ചൊന്ന് എന്താക്കി, ഒന്ന്
പരിഹസിക്കുന്ന രൂപത്തിൽ സംസാരിച്ച സമയത്ത് ഷെയ്ഖ് അതിന് മറുപടി കൊടുത്ത എന്താണ്, റസൂലുള്ളത് കഴിച്ചതാണ്, റസൂലുള്ളാന്റെ ഭക്ഷണം ഷഈറാണ്. റസൂലുള്ള മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ദിറായ് യഹൂദിയുടെ വീട്ടിൽ എന്താണ് പിന്നെ പണയത്തിന് വെച്ച് എന്തിനു വേണ്ടിയിട്ടാണ്, ഷായറിന് വേണ്ടിയിട്ടാണ് അല്ലേ, കുറച്ച് ഷായറിന് പകരമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ മാത്രമല്ല അദ്ദേഹത്തിന് ചില തെറ്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും ഖസീമിലേക്ക് വരികയാണ് 1347. എന്നിട്ട് ഖസീമിൽ ഇദ്ദേഹം ഒരു മദ്രസ ഓപ്പൺ ആക്കാണ് ചെയ്യുന്നത്. അങ്ങനെ മദ്രസ ഓപ്പൺ ആക്കിയിട്ട് ഒരുപാട് കുറച്ച് തൊലാബുകൾ പഠിക്കാനുണ്ട്. പക്ഷേ അതൊന്നും നിലനിൽക്കുന്നില്ല. കാരണം എന്താണ്, അന്നൊക്കെ വളരെ ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ വിശപ്പ് വ്യാപകമായിരിക്കുന്ന ഒരു കാലയളവാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെന്താണ്, പക്ഷെ ഭക്ഷണം ഇല്ല ആളുകൾക്ക്. അങ്ങനെ പലപ്പോഴും എന്താണ് കുട്ടികൾ വരാതാകും. അങ്ങനെ ഇത് എന്ത് ചെയ്തു, മഴ കുറഞ്ഞ സമയം, അതുപോലെ തന്നെ ഇതുപോലത്തെ വിശപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മജാ എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ടുള്ള ഒരു ഏരിയയിൽ മൊത്തം എന്താണ് വിശപ്പിനാണ് ഈ മജാ എന്ന് പറയുന്നത്, ഒന്നോ രണ്ടോ വീടുകളിലല്ല. അങ്ങനെ പിന്നീട് അദ്ദേഹം വീണ്ടും റിയാദിലേക്ക് വന്നു. അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് വരുന്ന സമയത്ത് ഷെയ്ഖ് അവിടെ ഇല്ല, മക്കയിലാണുള്ളത്. അങ്ങനെ അദ്ദേഹം ചില നാടുകളിൽ പോയി, അഹ്സ, ഇറാഖ്, കുവൈത്ത്, ജുബൈർ, അതുപോലെ തന്നെ ഒമാൻ, ഖത്തർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ഷോർട്ടായിട്ടുള്ള സിയാറകൾ ചെയ്തു. ഖത്തറിൽ വെച്ചിട്ട് അദ്ദേഹം കണ്ടിട്ടുള്ള വലിയ ഷെയ്ഖാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ മാനിഅ റഹിമഹുള്ള. അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ള ഫഖീഹാണ്. അതുപോലെ തന്നെ അന്നത്തെ ഒരു അറിയപ്പെട്ടുള്ള ഖാദിയാണ് ഖത്തറിലുള്ള. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ ഫതാവകളൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലഭ്യമായിട്ടുള്ളതാണ്. അങ്ങനെ വീണ്ടും ഇദ്ദേഹം സ്വന്തം നാട്ടിൽ ഒനൈസയിലേക്ക് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും പഴയതുപോലെ അതെന്താവുന്നില്ല, നിലനിൽക്കുന്നില്ല. കാരണം ഈ മജാഅത്ത് കാരണത്താൽ അന്നത്തെ ഒരു കാലയളവ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ്. അത് പിന്നെ ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അലി ഷെയ്ഖ് റഹ്മുള്ള പഠിപ്പിക്കുന്ന ആ സദസ്സിലാണെങ്കിലൊക്കെ തന്നെ ഈ ഒരു മജാഅത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്നുള്ള. അവിടെയൊക്കെ ചില ഹുബ്സുകൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാനുണ്ടാവുക. അതുപോലെ തന്നെ വളരെ ചെറിയ ഭക്ഷണമാണ് ആളുകൾക്ക് കഴിക്കാനുണ്ടാവുക. കിട്ടിയാൽ അത് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നീട് അദ്ദേഹം മദ്രസ ഇല്ലാതായപ്പോൾ വീണ്ടും അദ്ദേഹം അവിടെ അനൈസയിൽ ഒരു ഷോപ്പ് ഇട്ടു. നമ്മളെ പോലെയുള്ള ഒരു അവസ്ഥയാണ് ഇതുവരെയും വന്നിട്ടുള്ളത്. കുറച്ച് പഠിക്കും, പിന്നെ കുറച്ച് യാത്ര ചെയ്യും, പിന്നെ കുറച്ച് പഠിക്കും, പിന്നെ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാണ്, എന്ത് ചെയ്യാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെറിയ ഒരു കട ഓപ്പൺ ആക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വീണ്ടും അദ്ദേഹം ഒരു സ്ഥലം വാങ്ങിക്കുകയും അവിടെ ഫാമിംഗ് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലം, ഏകദേശം 4 വർഷം ഫാമിങ്ങിൽ പോവുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നീട് വീണ്ടും ഇതെല്ലാം വിട്ടിട്ട് വീണ്ടും തലബുൽ ഇൽമിലേക്ക് വരികയാണ്. പിന്നീട് റിയാദിലേക്ക് വരുന്നുണ്ട്. റിയാദിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിമിന്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇനി വളരെ സീരിയസ് ആയിട്ട് എനിക്ക് പഠിക്കണം, ഇതുവരെ ഉള്ളത് പോലെയല്ല, വളരെ സീരിയസ് ആയിട്ട് ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അലി ഷെയ്ഖ് പറഞ്ഞു, നീ ഇന്ത്യയിലേക്ക് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഷെയ്ഖ് വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണ്. അങ്ങനെ ഇന്ത്യയിൽ വന്നിട്ട് 2 വർഷം ഇരുന്ന് പഠിക്കുകയാണ്. അവിടെ ഇന്ത്യയിൽ വന്നിട്ട് കുതുബുസ്സിത്ത മുഴുവനായി പഠിക്കുന്നുണ്ട്. അതുപോലെ മുവത്ത ബിൻ മാലിക്, അതുപോലെ തഫ്സീർ അൽ ബൈദാവി, അതുപോലെ നഹ്വും സർഫും, അതുപോലെ ഉസൂലുൽ ഹദീസും മറ്റെല്ലാ ഉലൂമുകളും പഠിക്കുന്നുണ്ട്. പിന്നെ ഇൽമിന് മാത്രമായിട്ട് ഒഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഭാര്യയും കുട്ടികളും അവിടെ തന്നെ ഉണ്ട്, ഒനൈസയിൽ തന്നെ ഉണ്ട്. അങ്ങനെ പിന്നീട് 1357 ഇദ്ദേഹം വീണ്ടും തിരിച്ച് സൗദിയിലേക്ക് വരികയാണ്. അങ്ങനെ റിയാദിലെത്തി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അലി ഷെയ്ഖിന്റെ കൂടെ അദ്ദേഹം ഹജ്ജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും മക്കയിലുള്ള ദാറുൽ ഹദീസ് അൽ ഖൈരി അന്നുണ്ട്. അവിടെ മുദരിസാവാൻ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ പല മദ്രസകളിലും അധ്യാപകനാകാൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹം ഒന്നും സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അലി ഷെയ്ഖിനോട് അദ്ദേഹം എന്ത് ചെയ്തു, മുഷാവറ ചെയ്തു, എനിക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് പഠിപ്പിക്കാൻ ഒഴിഞ്ഞിരിക്കണം, അതുപോലെ ദഅവത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, തഫറുഗായിട്ട് ഇരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ജനൂബിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. സൗദി അറേബ്യയിലെ ജനൂബ് എന്ന് പറയുന്നത് എവിടെയാണ്, ജാസാൻ എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ.
മന്തഖത്ത് ജാസാൻ, വലിയ സ്ഥലമാണ്. അതിന് തന്നെ അടുത്ത് നിൽക്കുന്ന മറ്റു സ്ഥലങ്ങളാണ് ഉദാഹരണമായിട്ട് പിന്നെ നമ്മളെ പിന്നെ അബ്ഹ പോലുള്ള സ്ഥലങ്ങൾ, നെജ്റാന് ഒക്കെ അതിന്റെ ഭാഗങ്ങളാണ്. ജയ്സാനിലുള്ള സ്ഥലമാണ് നെജ്റാനും. അങ്ങനെ അദ്ദേഹം ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഖസീമിയാണ്. ഖസീമി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നല്ല വിലയുള്ള ആളുകളാണ്. പ്രത്യേകിച്ചും അവർ വലിയ പണ്ഡിതന്മാരും സാലിഹ്യങ്ങളുമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ അദ്ദേഹം എന്തൊക്കെയാണ്, നേരെ ദഅവത്തിന് വേണ്ടി പോകുന്നത് ജനൂബിലാണ്. അന്നത്തെ സൗദി അറേബ്യയിലെ ജനൂബായിട്ടുള്ള ഇന്നത്തെ ജാസാൻ പോലുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ എന്ന് പറയുന്നത്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിന്റെ ദഅവത്ത് മറ്റു സ്ഥലങ്ങളിൽ എത്തിയതുപോലെ ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോ റിയാദില്, ഖസീമില്, മക്ക മദീന പോലുള്ള സ്ഥലങ്ങളിൽ എത്തിയതുപോലെ ആ ദഅവത്ത് ശക്തമായിട്ട് എവിടെ എത്തിയിട്ടില്ല, ജനൂബിൽ എത്തിയിട്ടില്ല. അന്ന് അദ്ദേഹം വരുന്ന സമയത്തും അവിടെ എന്തുണ്ട്, ഖുറാഫാത്തുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഷിർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇദ്ദേഹം വരുന്നു, അവിടെ ദഅവത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഒരു ഫത്ഹ അവിടെ നിന്ന് ആവുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ നാടുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നത്, തൗഹീദിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്താണ് മുജദ്ദിദു അൽ ജനൂബ് എന്ന് പറയുന്നത്. ജനൂബിലെ മുജദ്ദിദായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പോയി എത്തുന്നത് മാത്രമല്ല, ഇതിന്റെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഷെയ്ഖ് ആണ് എന്ത് ചെയ്തത്, പറഞ്ഞത് ആ ജനൂബിലേക്ക് പോകാൻ. അതുപോലെ അദ്ദേഹത്തിന് ആ രാത്രി സ്വപ്നം കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി പറയുന്നത് ജനൂബിലേക്ക്, സൗദി അറേബ്യയിലെ സൗത്ത് ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് സ്വപ്നം കണ്ടു. അദ്ദേഹം ലോകം മൊത്തം യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ജനൂബിലേക്ക് പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അദ്ദേഹം ജനൂബിൽ പോകുന്നത്. അങ്ങനെ അവിടെ എത്തുന്നത് ഹിജ്റ 1358 എത്തുന്നത്, സഫർ 25. അങ്ങനെ ജാസാനിൽ എത്തിയ സമയത്ത് അവിടെ ജാമിൽ എന്ന് പറയുന്ന ഒരു വലിയ കച്ചവടക്കാരനെ അവിടെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വനീസക്കാരനാണ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് അവിടുന്ന് കച്ചവടത്തിലാണ് സ്റ്റാർട്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ജാസാലിൽ വന്നിട്ട് അവിടുത്തെ മാർക്കറ്റിൽ പോയിട്ട് ഒരുപാട് കച്ചവട സാധനങ്ങൾ വാങ്ങിയിട്ട് ഇദ്ദേഹം സാമിത എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ഈ ജാസാനിലെ ഒരു ചെറിയൊരു സിറ്റിയാണ് സാമിത എന്ന് പറയുന്നത്. അതിന് സാമിത്തയിലെത്തി അവിടുത്തെ ഖാദിയാണ് ആര്, അബ്ദുറഹ്മാൻ അൽ മുഹൈമീദ്. അദ്ദേഹം സ്ഥലത്തില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ സാധനങ്ങൾ ഇറക്കി അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് അവിടെ ഒരു ചെറിയൊരു കട വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ചെറിയൊരു കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ അവിടത്തേക്ക് ഇദ്ദേഹം നേരത്തെയുള്ള ഈ ഖാദിയായിട്ടുള്ള അബ്ദുറഹ്മാൻ അൽ മുഹൈമീദിന് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു 5-6 സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഖുർആൻ പഠിക്കും, അങ്ങനെ ചെറിയ ചില കാര്യങ്ങൾ പഠിക്കും. അദ്ദേഹത്തോട് പറഞ്ഞു, അവർ എൻ്റെ അടുത്ത് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് മുതൽ ഷെയ്ഖിൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ താലീം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ചായ ഉണ്ടാക്കി വെക്കും സ്റ്റുഡൻസ് വരാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ ചായ എന്ന് പറയുന്നതൊക്കെ വലിയ സംഭവമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ. അങ്ങനെ മാത്രമല്ല അടുത്തുള്ള മറ്റൊരു മസ്ജിദ് ഉണ്ടായിരുന്നു, മസ്ജിദ് റാഹ, അവിടെയും പോയിട്ട് പഠിപ്പിക്കും. അങ്ങനെ ചെറിയ ചില ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിന്റെ ചെറിയ കിതാബുകൾ, സലാഹുൽ ഉസൂൽ, ഖവായിദുൽ അർബ, കിതാബ് തൗഹീദ്, അതുപോലെ ഫറായിദിലുള്ള റഹബിയ എന്ന് പറയുന്ന ഗ്രന്ഥം, അജുറൂമിയ പോലുള്ള കിതാബുകൾ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ രാവിലെ ഒരു ദർസുണ്ട്, ഫജ്ർ കഴിഞ്ഞിട്ട് കുറച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ, പിന്നീട് വൈകുന്നേരം അസ്ർ മുതൽ അല്ലെങ്കിൽ മഗ്രിബ് മുതൽ ഇശാ വരെ എന്നുള്ള. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇദ്ദേഹത്തിന് വീടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല, എവിടത്തേക്ക്, വെനീസയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇദ്ദേഹം ഈ തരത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഒന്നുകിൽ മസ്ജിദിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കടയിൽ വെച്ചിട്ട്. അങ്ങനെ മാത്രമല്ല ഇടയ്ക്കൊക്കെ സ്റ്റുഡൻസിനെയും കൊണ്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ചില മസ്റാകൾ, ഫാമുകളിലേക്കൊക്കെ പോയിട്ട് ഇരുന്ന് അവരുടെ അവർക്ക് മടുപ്പ് വരാത്ത രൂപത്തിലായിരുന്നു പഠിപ്പിക്കാറുണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീട് ആഴ്ചകൾ തോറും വീക്കെൻഡിൽ ഇദ്ദേഹത്തിന് മുതിർന്ന സ്റ്റുഡൻസുമായിട്ട് എല്ലാ ഗ്രാമങ്ങളിലും പോയിട്ട് ദഅവത്ത് ചെയ്യും.
തൗഹീദിലേക്കുള്ള ദഅവത്ത്, അതുപോലെ വഅദുകളിലൊക്കെ ഏർപ്പെടും. അങ്ങനെ ഇദ്ദേഹം പിന്നെ പല അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. മാത്രമല്ല കുട്ടികളുമായിട്ട് ചില മത്സരങ്ങളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കും. ഓട്ട മത്സരമുണ്ട്, അതുപോലെ തന്നെ ചാട്ട മത്സരങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇദ്ദേഹം ജാസാൽ വന്ന സമയത്ത് അവിടുത്തെ അമീർ ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹവും പിന്നെ ഖസീമിലുള്ള ആളാണ്. അദ്ദേഹത്തോട് ഫറസാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് ഈ ജാസാന്റെ അടുത്തുള്ള ആ ഐലൻഡിൽ പോയിട്ട് ദാവത്ത് ചെയ്യാൻ ആവശ്യപ്പെടും. അദ്ദേഹം 1 മാസം അവിടത്തേക്ക് പോവുകയും അവിടെ ദാവത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഫറസാൻ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഐലൻഡാണ്. സൗദി അറേബ്യയിലുള്ള ഈ ജാസാന്റെ അടുത്തുള്ള ഒരു ഐലൻഡാണ്. അങ്ങനെ ഇപ്പോഴും അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണത്. അങ്ങനെ പിന്നീട് ഇത് തിരിച്ചു വരുന്ന സമയത്ത് സ്റ്റുഡൻസ് അവിടെ തന്നെ ഉണ്ട്. എവിടെ? സാമിത്തയിലുണ്ട്. ഇദ്ദേഹം ഈ ആവശ്യപ്പെട്ട പ്രകാരം ഇദ്ദേഹം പോവുകയാണ് ചെയ്തത്. വഴിയിൽ വെച്ചിട്ട് പോവുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹം തിരിച്ച് ജാസാന്റെ തന്നെ ഭാഗമായിട്ടുള്ള മിസ്ഹറിൽ വരുന്നുണ്ട്. അവിടെ ദഅവത്ത് ചെയ്യുന്ന 1 മാസം അവിടെ നിന്നുകൊണ്ട് പിന്നീട് അതിനടുത്തുള്ള പല സ്ഥലങ്ങൾ പോയി. പിന്നീട് സാമിത്യയിലേക്ക് ഇദ്ദേഹം എത്തുന്ന സമയത്ത് സാമിത്തക്കാർ ആ ദിവസം ആഘോഷമാക്കി എന്നാണ്. കാരണം എന്താണ്? ഷെയ്ഖ് തിരിച്ചു വന്നു. ഷെയ്ഖ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റുഡൻസ് ഒക്കെ കത്തെഴുതിയിട്ടുണ്ടായിരുന്നു ഫറസാനിലേക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ അയച്ചിട്ടുള്ള അമീറിനൊക്കെ കത്തെഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സാമിത്തയിലുള്ള ഗ്രാമങ്ങളിലൊക്കെ ആഘോഷമായിരുന്നു എന്നാണ് ഷെയ്ഖ് തിരിച്ചു വന്നു എന്നതിൻ്റെ പേരിൽ. അങ്ങനെ പിന്നീട് വീണ്ടും പഠിപ്പിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു മദ്രസ അദ്ദേഹം എന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹിജ്റ 1359. അതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം ഉനൈസയിൽ സ്വന്തം വീട്ടിലേക്ക് വരുന്നുണ്ട്. 2 മാസം അവിടെ ചിലവഴിച്ച് പിന്നീട് മക്കയിലേക്ക് ഉംറക്ക് പോയിട്ട് കുറേ കിതാബുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് തിരിച്ച് വീണ്ടും സാമീത്യയിലേക്ക് പോയിട്ട് മദ്രസ 1359 സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. അന്നൊക്കെ 30 സ്റ്റുഡൻസാണ് ഉള്ളത്, കിബാറുകളായിട്ട്. പിന്നെ ചെറിയ കുട്ടികളുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹാഫിദ് അൽ ഹക്കമി റഹ്മത്തുള്ള എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് കത്തെഴുതുന്നത്. ഹാഫിദ് അൽ ഹക്കമി എന്ന് പറയുന്ന ചെറിയ കുട്ടിയാണ്. അദ്ദേഹം ഷെയ്ഖിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഷെയ്ഖിന് കത്തെഴുതിയത് അദ്ദേഹം ചില കിതാബുകൾ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. ഷെയ്ഖിൻ്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ്. അങ്ങനെ ഈ കത്ത് ഷെയ്ഖിലേക്ക് അയക്കുന്നത് ഹാഫിദ് അൽ ഹക്കമി, അറിയപ്പെട്ടിട്ടുള്ള ഹാഫിദ് അൽ ഹക്കമി അല്ലേ, നമ്മളെ സുല്ലമുൽ പിന്നെ ഉസൂല്, അതുപോലെ മാരിജുൽ ഖബൂലും ഒക്കെ എഴുതിയിട്ടുള്ള ഹാഫിദ് അൽ ഹക്കമി അദ്ദേഹം കത്തെഴുതാണ്. എന്നിട്ട് അത് സഹോദരനായിട്ടുള്ള മുഹമ്മദിന്റെ കൂടെ അയക്കാണ്. മുഹമ്മദ് ഷെയ്ഖിന്റെ സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ ഇത് കത്ത് വായിച്ചിട്ട് ഇദ്ദേഹത്തിന് അത്ഭുതമായി. കാരണം അത്രയും ഭംഗിയുള്ള എഴുത്ത്, അതുപോലെ അതിൻ്റെ ഹത്താകട്ടെ അതിൻ്റെ ഉസ്ലൂബാകട്ടെ എല്ലാം ഭംഗിയുള്ളതാണ്. അങ്ങനെ പിന്നീട് ഷെയ്ഖ് ഈ ഗ്രാമങ്ങളിലൊക്കെ ദഅവത്തിന് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് ജാവ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഷെയ്ഖ് ദഅവത്തിന് വന്ന സമയത്ത് ഇദ്ദേഹത്തെ വിളിപ്പിക്കുന്നുണ്ട്. ആരെ? ഹാഫിദ് അൽ ഹക്കമിയെ വിളിപ്പിക്കുകയും പിന്നീട് അദ്ദേഹത്തെ പിന്നെ വിദ്യാർത്ഥിയായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഇദ്ദേഹം എന്താണ് ആട് മേയ്ക്കുന്ന ആളായിരുന്നു. വാപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട് എന്താണ് മൈഷ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ആടിന് മേയ്ക്കുന്ന ആളായിരുന്നു ആര്? ഹാഫിദ് അൽ ഹക്കമി. അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായി കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ വലിയ പണ്ഡിതനായി. ഇദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 വയസ്സായപ്പോഴാണ് സുല്ലമുൽ ഉസൂൽ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള ഇന്നത്തെ ഗ്രന്ഥം എഴുതിയിട്ടുള്ള അഖീദയിലുള്ള ഏറ്റവും ജാമ്യ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. അതിൽ തൗഹീദിൻ്റെ 3 അഖ്സാമുകളുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് പിന്നെ അഖീദയിലെ എല്ലാ വിഷയങ്ങളും വരുന്ന വളരെ സമഗ്രമായിട്ടുള്ള ജാമ്യ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഇത് എഴുതിയിട്ടുള്ള 18ാമത്തെ വയസ്സിലാണ്. ആരുടെ സ്റ്റുഡൻ്റാണ്? ഷെയ്ഖ് അബ്ദുൽ ഖറാവിൻ്റെ. പിന്നീട് ഇദ്ദേഹം ഷെയ്ഖ് ഹാഫിദ് അബ്ദുൽ ഖറാവി അവിടെ വെച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. അവിടെ സാമിത്തയിൽ വെച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലുണ്ടാകുന്ന ഒരു മകളെയാണ് എന്ത് ചെയ്യുന്നത് ഹാഫിദ് അൽ ഹക്കമി റഹ്മത്തുള്ളാഹിക്ക് എന്ത് ചെയ്യുന്നത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ അദ്ദേഹം അവിടെ വെച്ച് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതിൽപ്പെട്ടതാണ് അറിയപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൻ നജ്മി റഹ്മത്തുള്ളാഹ്. അതുപോലുള്ള ധാരാളം ഉലമാക്കൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആണ്.
അവരുടെ വിദ്യാർത്ഥികളാണ് ആര്? ഇന്നത്തെ ഷെയ്ഖ് റബിയ പോലുള്ള വലിയ പണ്ഡിതന്മാരായ ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിൻ്റെ വലിയ മദ്രസ പിന്നീട് പുതുക്കി പണിയുകയും അവിടെ വലിയ ലൈബ്രറി പണിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്? കുട്ടികൾക്ക് ഇതുണ്ടാവാൻ വേണ്ടി പിന്നെ ഇൽമു പഠിക്കാൻ വീണ്ടും അവരെ ഉണർത്താൻ വേണ്ടിയിട്ട് ആ വിഷയത്തിലുള്ള ഖസീദകൾ, കവിതകളൊക്കെ കുട്ടികളെ കൊണ്ട് നല്ല ഈണത്തിൽ പാടിപ്പിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഉന്മേഷം ഉണ്ടാവും പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ഇമാം ഷാഫിയുടെ കവിതകൾ, അതുപോലെ ഇബ്നുൽ വർദി, അതുപോലെ സഫദിയുടെ ഒക്കെ കവിതകളാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആ ജനൂബിൽ ഇപ്പോൾ പിന്നെ ഇന്നത്തെ അഭയയിൽ നിന്നും ഒക്കെ സ്റ്റുഡൻസുകൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ബീഷയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും. ഈ വിദ്യാർത്ഥികൾക്ക് കഴിക്കാൻ എന്തായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്? കുട്ടികളോട് എല്ലായിടത്തു നിന്നും ഹുബ്സ് കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഹുബ്സ് എന്ന് പറയുന്നത് കോണിൻ്റെ ഹുബ്സാണ്. അത് എന്താണ് പൊടിച്ചിട്ട് അതിൻ്റെ ഹുബ്സാണ്. എന്നിട്ട് അതും ആ ഹുബ്സും എന്താ പറയുക, ചുവന്ന മുളക്, റെഡ് ചില്ലി, അതുമാണ് കഴിക്കാൻ കൊടുക്കുക. വെള്ളവും വേറെ ഒന്നുമില്ല. അന്നത്തെ അവസ്ഥയാണ്, ദാരിദ്ര്യമാണ് അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മാത്രമല്ല ഷെയ്ഖ് അവിടെ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടായിരുന്നു. ആദ്യമായിട്ട് തഹജ്ജുദ് നടപ്പിലാക്കിയത് ഷെയ്ഖാണ്. അവിടെ ഒരു ദിവസം ഒറ്റ റക്അത്തിൽ ബഖറ, ആല ഇംറാൻ, അതുപോലെ നിസാ മുഴുവൻ ഓതിയിട്ട് ഒറ്റ റക്അത്തിൽ അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മലിക് സഊദ് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിൻ്റെ മദ്രസ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ഉലമാക്കളും അവിടുത്തെ വിദ്യാർത്ഥികളും അതുപോലെ ആ നാട് മുഴുവൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരെ? മലിക് സഊദിനെ. അതുപോലെ അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നീട് മദ്രസ വിപുലീകരിക്കപ്പെട്ടു. മലിക് സൗദ് വന്നതിന് ശേഷം അതിന് വലിയ ഫണ്ടുകൾ വന്നു. ഒരുപാട് അധ്യാപകന്മാരായി, വലിയ മുദരിസുകൾ. അതിൽപ്പെട്ട പിന്നീട് മുദരിസായി തീർന്ന ആളാണ് ആര്? ഷെയ്ഖ് അബ്ദുസ്സമദ് അൽ കാത്തിബ്, മലയാളിയാണ് അദ്ദേഹം. ഷെയ്ഖ് നമ്മളെ കെ മൗലവിൻ്റെ മകനായിട്ടുള്ള ആളാണ്. കെ മൗലവിൻ്റെ മകനാണ് അദ്ദേഹം. അവിടെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആണ് ആര്? നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ഇപ്പോൾ ഷെയ്ഖ് റബി ആകട്ടെ, അതുപോലെ തന്നെ ഷെയ്ഖ് ഒബൈദുൽ ജാബിരി ഒക്കെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുമാണ്. അങ്ങനെ ഒരുപാട് അധ്യാപകന്മാരും ഒരുപാട് വിദ്യാർത്ഥികളുമായി തീർന്നു. മാത്രമല്ല പിന്നീട് കുട്ടികൾക്ക് തുന്നൽ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആശാരിപ്പണി പഠിപ്പിക്കാറുണ്ടായിരുന്നു. 4 തുന്നൽക്കാരുണ്ടായിരുന്നു എന്നാണ്. അവർ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കാനും അത് പഠിപ്പിക്കാനും ഒക്കെ തന്നെ എന്നുള്ളത്. അങ്ങനെ പിന്നീട് എല്ലാ ഉലൂമുകളും പഠിപ്പിക്കപ്പെടുന്നത് അവരാണ്. പിന്നീട് സൗദി അറേബ്യയിലെ ഒരു വലിയ ഇൽമിൻ്റെ വിപ്ലവം ഉണ്ടാക്കിയ ആളുകൾ. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് വളരെ റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാളാണ്. ആര്? ഷെയ്ഖ് അബ്ദുള്ള അൽ ഖറാവി. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അതും എന്താ പറയുക, ആ ഒരു രീതിയിലാണ്. നമുക്കൊക്കെ ആ രീതിയിൽ സാധിക്കുമെന്നുള്ളതാണ്. വലിയ ആലിമായിട്ട് അദ്ദേഹത്തെ നമുക്ക് കരുതാൻ സാധിക്കില്ല. പക്ഷേ വലിയ ആലിം എന്നുള്ളതിന് അപ്പുറത്ത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഏറ്റവും വലുത്. അദ്ദേഹം ഉണ്ടാക്കിയ വലിയ തഅ്സീർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു വലിയ റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഷെയ്ഖ് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖറാവി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ശിഷ്യന്മാരായിട്ടുള്ള ഹാഫിദുൽ ഹക്കമി പോലുള്ള ആളുകൾ ഷെയ്ഖിനേക്കാളും വലിയ ആലിമികളായി തീർന്നു. പക്ഷെ അതിനൊക്കെ സബബായിട്ടുള്ളത് ആരാണ്? ഷെയ്ഖ് അബ്ദുള്ള അൽ ഖറാവിയാണ്. അതിനൊക്കെ കാരണമായിട്ടുള്ളത്, അവർക്ക് എല്ലാവിധ മോട്ടിവേഷനുകളും നൽകിയിട്ടുള്ളത് ഈ ഷെയ്ഖ് തന്നെയാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? എന്താണ്? ഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ സംഗതികളും മുഴുവൻ ജീവികളും എന്ത് ചെയ്യും? ആലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നാണ്. ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ഭൂമിയിൽ തന്നെ എത്ര ജീവികളുണ്ട്? നമുക്ക് എണ്ണാൻ പറ്റാത്ത ജീവികളാണുള്ളത്. ആകാശങ്ങളിലൊക്കെയുള്ള ജീവികൾ, അവിടെയൊക്കെയുള്ള അവിടെയൊക്കെ വസിക്കുന്നവർ എന്ത് ചെയ്യും? ആലിമിന് വേണ്ടി ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യും. ഹത്തൽ ഹൈതാൻ ഫി ജൗഫിൽ മാ.
വെള്ളത്തിന് അടിയിലുള്ള ഒരു എന്താണ് മീന് പോലും ഇസ്തിഗ്ഫാർ ചെയ്യും. ഇതിനെ സംബന്ധിച്ച് ഉലമാക്കൾ വിശദീകരിച്ചത് എന്താണ്? കാരണം എന്താണ്? എന്തിനാണ് ആലിമിന് വേണ്ടി ഇത്ര പിന്നെ പക്ഷികളും മൃഗങ്ങളും അതുപോലെ ആകാശ ലോകങ്ങളിൽ വസിക്കുന്നവരും മലക്കുകളും ഒക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ഒരു ആലിമായതുകൊണ്ട്. അതിന്റെ ഹിക്മത്ത് എന്താണ്? ഹിക്മത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? "ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ." കരയിലും കടലിലും ഫസാദുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിലും നാശം ഉണ്ടായിട്ടുണ്ട്. ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങൾ പ്രവർത്തിക്കുന്നത് കാരണത്താൽ, തിന്മകൾ കാരണത്താലാണ് എന്തുണ്ടായിട്ടുള്ളത്? ഫസാദുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യും, ചീവീടുകൾ പോലും ഇപ്പോൾ തഫ്സീറുകൾ വന്നിട്ടുള്ളതാണ്. ചീവീടുകൾ പോലും അതുപോലെ തന്നെ ചില വണ്ടുകൾ പോലും എന്ത് ചെയ്യും, പിന്നെ മനുഷ്യരിൽപ്പെട്ട തിന്മകൾ ചെയ്യുന്ന ഫാസിഖ്യങ്ങൾക്കെതിരെ ദുആ ചെയ്യുമെന്ന് ഹദീസുകൾ ആധാറുകൾ വന്നിട്ടുണ്ട്. കാരണം അവർ കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഭക്ഷണം കിട്ടാതാവുക, വെള്ളം കിട്ടാതാവുക. മുനിഅന അൽ ഖത്തർ മിനസ് സമാ ബിസബബ്കും. നിങ്ങൾ കാരണത്താൽ വെള്ളം ഞങ്ങൾ കിട്ടാതായിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് അവർക്കെതിരെ ദുആ ചെയ്യുകയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു ശിക്ഷ അതിനെ എടുത്തു കളയാന്നുള്ളത് എന്തുകൊണ്ട് മാത്രമാണ് സംഭവിക്കുള്ളൂ? അതിനെതിരെ ഇൻകാറുൽ മുൻകർ കൊണ്ടാണ് സാധിക്കുക, അല്ലേ? ആ തിന്മകളെ എതിർക്കുന്ന ആളുകൾ, അല്ലേ? അതിനെക്കുറിച്ചാണ് ധാരാളം ഹദീസുകൾ വന്നിട്ടുള്ളത്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ആയത്തുകൾ വത്തഖൂ ഫിത്നത ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ ആയത്തുകൾ വന്നതാണ്, അല്ലേ? ഒരു പിന്നെ ഫിത്ന വന്നു കഴിഞ്ഞാൽ, അള്ളാഹിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബാധിക്കും. അതിന് തടയിടുന്നത് എന്ത് മാത്രമാണ്? അത് ഇൻകാറുൽ മുൻകറാണ്. പരസ്യമായിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ ഉലമാക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹിന്റെ ശിക്ഷ ഇല്ലാതായി തീരും. അപ്പൊ ശരിക്കും ഇവിടെ മനുഷ്യന്മാർക്ക് ഭക്ഷണം കിട്ടുന്നതും ജീവികൾക്ക് ഭക്ഷണം കിട്ടാൻ ഒരു കാരണം എന്നുള്ളത് ആരാണ്? ഈ വലിയ ഒരു വദീഫത്ത് ഏറ്റെടുത്തിട്ടുള്ള ഉലമാക്കൾ കാരണത്താലാണ്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ലോകത്തുള്ള എല്ലാ ജീവികളും എല്ലാ പിന്നെ ഇവരും എന്ത് ചെയ്യുന്നത്? ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. മലായിക്കത്തുകളൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പദവിയിലേക്ക് നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതാണ്. അതിന് എന്തില്ല, പ്രായം ഒരു തടസ്സമല്ല. ഞാൻ പറഞ്ഞ പോലെ ഇബ്നുൽ ഖഫാൽ 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അദ്ദേഹം 60 വയസ്സ് ജീവിച്ചു എന്നുള്ളതാണ്. 120 വയസ്സിലാണ് മരിച്ചിട്ടുള്ളത്. ഒരു പുരുഷായുസ് മുഴുവനായിട്ട് അദ്ദേഹത്തിന് വീണ്ടും കിട്ടി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. വഹദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.